Quidisceris Paracletus, donum Dei altissimi, fons vivus signis caritas, et spiritualis sumpsi. ജെറുബാലിന് ദാസിയിൽ ജനിച്ച പുത്രന്റെ പേരെന്തായിരുന്നു? എ യോത്താം, ബി അബിമലേഖ്, സി ഗാൽ. ഉത്തരം അബിമലേഖ്. ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്ന് ഓർത്തുകൊള്ളുവിൻ. ഇത് ആരോട് പറഞ്ഞതാണ്? എ അബിമലേഖ് ജെറുബാലിൻ്റെ പുത്രന്മാരോട്, ബി അബിമലേഖ് അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും, സി അബിമലേഖ് തൻ്റെ കൂട്ടുകാരോട്. ഉത്തരം അബിമലേഖ് അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും. ജെറുബാലിന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? എ 50, ബി 40, സി 70. ഉത്തരം 70. ജെറുബാലിൻ്റെ ഇളയ പുത്രൻ്റെ പേരെന്തായിരുന്നു? എ സെബൂൾ, ബി യോത്താം, സി ഏബദ്. ഉത്തരം യോത്താം. ഷെക്കെ നിവാസികൾ അബിമലേക്കിന് എത്ര വെള്ളി നാണയങ്ങളാണ് കൊടുത്തത്? എ 30, ബി 70, സി 60. ഉത്തരം 70. അബിമലേക്കിന് കൊടുത്ത വെള്ളി നാണയങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണ് എടുത്തത്? എ ഓഫ്രായിൽ നിന്ന്, ബി ബെത്മില്ലോയിൽ നിന്ന്, സി ബാൽബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന്. ഉത്തരം ബാൽബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന്. എവിടെ വെച്ചാണ് അബിമലേക്കിനെ രാജാവായി വാഴിച്ചത്? എ അറുമായിൽ, ബി ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന് സമീപം വെച്ച്, സി ഓഫ്രായിൽ വെച്ച്. ഉത്തരം ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന് സമീപം വെച്ച്. അബിമലേക്കിൻ്റെ അനുയായികൾ ആരായിരുന്നു? എ അമ്മയുടെ ബന്ധുക്കൾ, ബി അമ്മയുടെ വംശക്കാർ, സി ചട്ടമ്പികൾ. ഉത്തരം ചട്ടമ്പികൾ. അബിമലേക്ക് തൻ്റെ സഹോദരന്മാരും ജെറുബാലിൻ്റെ പുത്രന്മാരുമായ 70 പേരെ എങ്ങനെയാണ് കൊന്നത്? എ വാളുകൊണ്ട്, ബി ഒരേ കല്ലിൽ വച്ച്, സി കുന്തം കൊണ്ട്. ഉത്തരം ഒരേ കല്ലിൽ വച്ച്. അബിമലേക്കിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ജെറുബാലിൻ്റെ പുത്രൻ്റെ പേരെന്ത്? എ ഗാൽ, ബി ഏബദ്, സി യോത്താം. ഉത്തരം യോത്താം. എവിടെ നിന്നുകൊണ്ടാണ് യോത്താം ഷെക്കെ നിവാസികളോട് സംസാരിച്ചത്? എ ഗരിസി മലയുടെ മുകളിൽ നിന്ന്, ബി സ്വന്തം കൊട്ടാരത്തിൽ നിന്ന്, സി ബാൽബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന്. ഉത്തരം ഗരിസി മലയുടെ മുകളിൽ നിന്ന്. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ച കഥ ആരാണ് പറഞ്ഞത്? എ അബിമലേക്ക് ജനങ്ങളോട്, ബി യോത്താം ഷെക്കെ നിവാസികളോട്, സി ജെറുബാൽ ജനങ്ങളോട്. ഉത്തരം യോത്താം ഷെക്കെ നിവാസികളോട്. ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാനരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നാണോ? ഇത് ആരാണ് പറഞ്ഞത്? എ അത്തിമരം, ബി മുൾപ്പടർപ്പ്, സി ഒലിവുമരം. ഉത്തരം ഒലിവുമരം. രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? ഇത് പറഞ്ഞത് ആര്? എ മുന്തിരി, ബി അത്തിമരം, സി ഒലിവുമരം. ഉത്തരം അത്തിമരം. ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? ഇത് പറഞ്ഞത് ആരാണ്? എ അത്തിമരം, ബി ഒലിവുമരം, സി മുന്തിരി. ഉത്തരം മുന്തിരി. നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. ഇത് ആരാണ് പറഞ്ഞത്? എ ഒലിവുമരം, ബി മുൾപ്പടർപ്പ്, സി അത്തിമരം. ഉത്തരം മുൾപ്പടർപ്പ്. മുൾപ്പടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് ആര്? എ യോത്താം, ബി അബിമലേഖ്, സി മുൾപ്പടർപ്പ്. ഉത്തരം മുൾപ്പടർപ്പ്. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമലേക്കിനെ രാജാവാക്കുന്നത്? ഇത് പറഞ്ഞത് ആരാണ്? എ ഗാൽ, ബി യോത്താം,
സി ഏബദ്. ഉത്തരം യോത്താം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. ഇത് ആരാണ് പറഞ്ഞത്? എ അബിമലേഖ്, ബി ഗാൽ, സി യോത്താം. ഉത്തരം യോത്താം. എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവത്ഗണിച്ച് മീദിയാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. എവിടെ നിന്നാണ് യോദ്ധാം ഇത് പറഞ്ഞത്? എ കൊട്ടാര മട്ടുപ്പാവിൽ നിന്ന്, ബി കൊട്ടാര അങ്കണത്തിൽ നിന്ന്, സി ഗരിസി മലയുടെ മുകളിൽ നിന്ന്. ഉത്തരം ഗരിസി മലയുടെ മുകളിൽ നിന്ന്. അബിമലേക്കിൽ നിന്ന് തീ ഇറങ്ങി ഏത് സ്ഥലങ്ങളിലെ ജനങ്ങളെയാണ് വിഴുങ്ങട്ടെ എന്ന് യോദ്ധാം പറഞ്ഞത്? എ ഷെക്കേമിലെയും ബെത്മില്ലോയിലെയും ജനങ്ങളെയും, ബി ബാൽബരിത്തിന്റെ ക്ഷേത്രത്തിലെ ജനങ്ങളെ, സി ഗരിസി മലയിലെ ജനങ്ങളെ. ഉത്തരം ഷെക്കേമിലെയും ബെത്മില്ലോയിലെയും ജനങ്ങളെ. ഷെക്കേമിൽ നിന്നും ബെത്മില്ലോയിൽ നിന്നും തീയിറങ്ങി ആരെ വിഴുങ്ങട്ടെ എന്നാണ് യോത്താം പറഞ്ഞത്? എ സേബുൾ, ബി ഗാൽ, സി അബിമലേഖ്. ഉത്തരം അബിമലേഖ്. അബിമലേക്കിനെ ഭയന്ന് യോദ്ധാം പലായനം ചെയ്ത് താമസിച്ച സ്ഥലം? എ ബാൽബരിത്തിന്റെ ക്ഷേത്രം, ബി ബേർ, സി അറുമ. ഉത്തരം ബേർ. അബിമലേഖ് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു? എ 5 വർഷം, ബി 4 വർഷം, സി 3 വർഷം. ഉത്തരം 3 വർഷം. അബിമലേക്കിനും ഷെക്കേം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം അയച്ചത് എന്തായിരുന്നു? എ ഒരു കാവൽ ദൂതനെ, ബി ദുരാത്മാവിനെ, സി ശത്രുക്കളെ. ഉത്തരം ദുരാത്മാവിനെ. ഏബദിന്റെ പുത്രന്റെ പേരെന്തായിരുന്നു? എ സേബുൾ, ബി യോത്താം, സി ഗാൽ. ഉത്തരം ഗാൽ. ഷെക്കേം നിവാസികൾ വിശ്വാസമർപ്പിച്ച വ്യക്തി ആരായിരുന്നു? എ അബിമലേഖ്, ബി ഗാൽ, സി ഏബദ്. ഉത്തരം ഗാൽ. ഷെക്കേം നിവാസികൾ എങ്ങനെയാണ് ഉത്സവം ആഘോഷിച്ചത്? എ വാദ്യഘോഷങ്ങളോടെ, ബി വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ്, സി തപ്പുതാളങ്ങളോടെ. ഉത്തരം വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ്. ആരാണ് ഈ അബിമലേഖ്? ഇത് ചോദിച്ചത് ആരായിരുന്നു? എ യോദ്ധാം, ബി ഏബദ്, സി ഏബദിന്റെ പുത്രൻ ഗാൽ. ഉത്തരം ഏബദിന്റെ പുത്രൻ ഗാൽ. ഷെക്കേമിന്റെ പിതാവ് ആര്? എ ഏബദ്, ബി ഹാമോർ, സി സേബൂൾ. ഉത്തരം ഹാമോർ. ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമലേക്കിനെ വകവരുത്തുമായിരുന്നു. ആരാണ് ഇത് പറഞ്ഞത്? എ ഗാൽ, ബി ഏബദ്, സി യോദ്ധാം. ഉത്തരം ഗാൽ. ഞാൻ അവനോട് നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു. ഇത് ഗാൽ ആരോടാണ് പറഞ്ഞത്? എ യോത്താമിനോട്, ബി സേബുളിനോട്, സി ഏബദിനോട്. ഉത്തരം സേബുളിനോട്. സേബൂൾ ആരായിരുന്നു? എ സഹസ്രാധിപൻ, ബി കാവൽക്കാരൻ, സി നഗരാധിപൻ. ഉത്തരം നഗരാധിപൻ. അബിമലേക്കിന്റെ അടുത്തേക്ക് സേബൂൾ ദൂതന്മാരെ അയച്ച സ്ഥലം? എ ബാൽബരീത്തിന്റെ ക്ഷേത്രം, ബി ഓഫ്ര, സി അറുമ. ഉത്തരം അറുമ. അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക. ഇത് ആരോടാണ് പറഞ്ഞത്? എ യോത്താമിനോട് സെക്കേം നിവാസികൾ, ബി സേബൂൾ അബിമലേക്കിനോട്, സി ഗാലിനോട് ഷെക്കേം നിവാസികൾ. ഉത്തരം സെബൂൾ അബിമലേക്കിനോട്. അബിമലേക്കും സൈന്യവും ഷെക്കേമിനെതിരായി എത്ര ഗണങ്ങളായാണ് പതിയിരുന്നത്? എ 8, ബി 4, സി 6. ഉത്തരം 4. അതാ മലമുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്നു. സേബൂളിനോട് ഇത് പറഞ്ഞത് ആരായിരുന്നു? എ യോത്താം, ബി ഹാമോർ, സി ഗാൽ. ഉത്തരം ഗാൽ. മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ഇതാരാണ് പറഞ്ഞത്? എ ഗാൽ, ബി സേബൂൾ, സി അബിമലേഖ്. ഉത്തരം സേബൂൾ.
ഒരു കൂട്ടം ആളുകൾ വന്നത് ആരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തു നിന്നാണ്? എ. ശെക്കെ നിവാസികളുടെ, ബി. ശകുനക്കാരുടെ, സി. ന്യായാധിപന്മാരുടെ. ഉത്തരം ശകുനക്കാരുടെ. നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? ഇത് ചോദിച്ചത് ആര്? എ. ഗാൽ, ബി. സേബൂൾ, സി. അബിമലേക്ക്. ഉത്തരം സേബൂൾ. നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത്? നീ തന്നെ പോയി അവരോട് പൊരുതുക. ഇത് ആര് ആരോട് പറഞ്ഞതാണ്? എ. ഗാൽ സേബൂളിനോട്, ബി. സേബൂൾ ഗാലിനോട്, സി. യോത്താം അബിമലേക്കിനോട്. ഉത്തരം സേബൂൾ ഗാലിനോട്. ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്നും തുരത്തിയത് ആരായിരുന്നു? എ. അബിമലേക്ക്, ബി. യോദ്ധാം, സി. സേബൂൾ. ഉത്തരം സേബൂൾ. പട്ടണത്തിൽ നിന്ന് വരുന്ന ആളുകളെ എതിർത്ത് കൊന്നതാര്? എ. യോത്താം, ബി. അബിമലേക്ക്, സി. സേബൂൾ. ഉത്തരം അബിമലേക്ക്. നഗര കവാടത്തിൽ ചെന്ന് ജനങ്ങളെ കൊന്നതാര്? എ. അബിമലേക്കും ഒരു ഗണം സൈന്യവും, ബി. അബിമലേക്കും സേബൂളും, സി. അബിമലേക്കും ഗാലും. ഉത്തരം അബിമലേക്കും ഒരു ഗണം സൈന്യവും. അബിമലേക്കിന്റെ മറ്റു 2 ഗണം സൈന്യങ്ങൾ എവിടെ നിന്നിരുന്നവരെയാണ് കൊന്നത്? എ. പട്ടണത്തിൽ നിന്ന് വരുന്നവരെ, ബി. വയലിൽ നിന്നിരുന്നവരെ, സി. നഗര കവാടത്തിൽ നിന്നവരെ. ഉത്തരം വയലിൽ നിന്നിരുന്നവരെ. അബിമലേക്ക് പട്ടണം ഇടിച്ചു നിർത്തി അവിടെ എന്താണ് വിതറിയത്? എ. കല്ല്, ബി. ഉപ്പ്, സി. മണ്ണ്. ഉത്തരം ഉപ്പ്. ഷെക്കെ നിവാസികൾ അബിമലേക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എവിടെയാണ് കയറിയത്? എ. ഏൽബെറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ, ബി. രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ, സി. ഭൂഗർഭ അറയിൽ. ഉത്തരം ഏൽബെറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ. ഷെക്കെ നിവാസികൾ കോട്ടയിൽ കടന്നുവെന്നറിഞ്ഞ് അബിമലേക്ക് പോയത് എവിടേക്കാണ്? എ. കോട്ടയിലേക്ക്, ബി. സൈന്യതാവളത്തിലേക്ക്, സി. സാൽമോൻ മലയിലേക്ക്. ഉത്തരം സാൽമോൻ മലയിലേക്ക്. കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്ത് അത് തോളിലെടുത്ത് അതുപോലെ ചെയ്യാൻ പടയാളികളോട് പറഞ്ഞത് ആരായിരുന്നു? എ. യോത്താം, ബി. അബിമലേക്ക്, സി. ഗാൽ. ഉത്തരം അബിമലേക്ക്. ഓരോ കെട്ട് വിറകും കോട്ടയോട് ചേർത്ത് വച്ചിട്ട് തീവച്ച് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 1000-ഓളം വരുന്ന ഷെക്കെ നിവാസികൾ കൊല്ലപ്പെട്ടത് എത്രാം വാക്യത്തിലാണ് നാം കാണുന്നത്? എ. 50-ാം വാക്യം, ബി. 45-ാം വാക്യം, സി. 49-ാം വാക്യം. ഉത്തരം 49-ാം വാക്യം. അബിമലേക്ക് പാളയമടിച്ച് പിടിച്ചടക്കിയ പട്ടണം ഏത്? എ. ഷെക്കേം, ബി. തേബേസ്, സി. ബെത്മില്ലോ. ഉത്തരം തേബേസ്. അബിമലേക്കിന്റെ തലയോട് ഉടച്ചത് ആര്? എ. യോത്താം, ബി. ഗാൽ, സി. ഒരു സ്ത്രീ. ഉത്തരം ഒരു സ്ത്രീ. എന്തുകൊണ്ടാണ് അബിമലേക്കിന്റെ തലയോട് ഉടച്ചത്? എ. കുന്തം കൊണ്ട്, ബി. തിരികല്ലിൻ പിള്ള കൊണ്ട്, സി. വാൾ കൊണ്ട്. ഉത്തരം തിരികല്ലിൻ പിള്ള കൊണ്ട്. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞത് ആര്? എ. യോത്താം, ബി. ഗാൽ, സി. അബിമലേക്ക്. ഉത്തരം അബിമലേക്ക്. അബിമലേക്ക് മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം എന്തു ചെയ്തു? എ. ആനന്ദിച്ചു പാടി, ബി. തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി, സി. കൊട്ടാരമുറ്റത്ത് വന്നു നിന്നു. ഉത്തരം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. തൻ്റെ 70 സഹോദരന്മാരെ കൊന്ന് പിതാവിനോട് ചെയ്ത ദ്രോഹത്തിനും അബിമലേക്കിന് ശിക്ഷ കൊടുത്തതാര്? എ. ജനങ്ങൾ, ബി. പുരോഹിതന്മാർ, സി. ദൈവം. ഉത്തരം ദൈവം. ഷെക്കെ നിവാസികളെ ദൈവം എന്തിനാണ് ശിക്ഷിച്ചത്? എ. അവരുടെ ദുഷ്ടതയ്ക്ക്, ബി. അവരുടെ തിന്മയ്ക്ക്, സി. അവരുടെ അഹങ്കാരത്തിന്. ഉത്തരം അവരുടെ ദുഷ്ടതയ്ക്ക്. ഷെക്കെ നിവാസികളുടെ മേൽ പതിച്ച ശാപം ആരുടേതായിരുന്നു? എ. അബിമലേക്കിൻ്റെ, ബി. ജെറുബാലിൻ്റെ പുത്രൻ യോദ്ധാമിൻ്റെ, സി. ഏബദിൻ്റെ പുത്രൻ ഗാലിൻ്റെ.
ഉത്തരം ചെറുബാലിൻ്റെ പുത്രൻ യോത്താമിൻ്റെ. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 50, ബി 54, സി 57. ഉത്തരം 57.